മലയാളത്തിലെ ജനപ്രിയ നടി ആരെന്നു ചോദിച്ചാൽ ഇന്നും ഒട്ടുമിക്ക പ്രേക്ഷകരും പറയും അത് കാവ്യ മാധവൻ ആണെന്ന്. സെപ്റ്റംബർ 19 ഒരു വയസ്സ് കൂടി 40ലേക്ക് കടന്നിരിക്കുകയാണ് താരം. 30കളിൽ വിവാദങ്ങൾക്ക് തീരെ പഞ്ഞമുണ്ടായിരുന്നില്ല എന്നു പറയുന്നതിൽ തെറ്റില്ല. എന്നും കാവ്യയുടെ വ്യക്തിജീവിതം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് തെറ്റായ കാരണങ്ങളാലായിരുന്നു. ഒരു സമയത്ത് സിനിമാ ജീവിതത്തെ പോലും അത് ബാധിച്ചു. ഗോസിപ്പ് കോളങ്ങളിൽ ആധിപത്യം പുലർത്തിയ കാവ്യ ഇന്ന് സന്തുഷ്ടകരമായ ജീവിതം ആണ് നയിക്കുന്നത്. 1984 സെപ്റ്റംബർ 19 തിരുവാതിര നക്ഷത്രക്കാരി കാവ്യയുടെ ജനനം. ബാലതാരമായെത്തി നായിക നിരയിലേക്കുയർന്ന നടിയാണ്. മലയാളത്തിലും തമിഴിലും അഭിനയിച്ചിട്ടുള്ള കാവ്യ മാധവന്റെ സ്വദേശം കാസർകോട് ജില്ലയിലെ നീലേശ്വരത്താണ്. അഭിനയത്തിൽ സജീവമല്ലെങ്കിലും ഇപ്പോഴും കാവ്യയ്ക്ക് ആരാധകരേറെയാണ്. ഫാൻസ് ഗ്രൂപ്പുകളിലടക്കം കാവ്യയുടെ പിറന്നാൾ ആഘോഷമാക്കിയിരിക്കുകയാണ്. പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെ 1991 വെള്ളിത്തിരയിൽ അരങ്ങേറിയ കാവ്യ ലാൽ ജോസിന്റെ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലൂടെയാണ് ദിലീപിന്റെ നായികയായി തുടക്കം കുറിച്ചത്. ഡാർലിംഗ്, ഡാർലിംഗ്, തെങ്കാശിപ്പട്ടണം, സഹയാത്രികയ്ക്ക് സ്നേഹപൂർവം, രാക്ഷസരാജാവ്, ദോസ്ത്, ഒന്നാമൻ, ഉമപ്പെണ്ണിന് ഉരിയാടാപയ്യൻ, മീശമാധവൻ, തിളക്കം, സദാനന്ദന്റെ സമയം, മിഴിരണ്ടിലും, പുലിവാൽ കല്യാണം, പെരുമഴക്കാലം തുടങ്ങി ഏറ്റവും ഒടുവിൽ പിന്നെയും വരെ നീളുന്നതാണ് കാവ്യയുടെ ഫിലിമോഗ്രഫി. കീഴ്മേൽ മറിച്ച വിവാദം. കാവ്യയുടെ ജീവിതം കീഴ്മേൽ മറിച്ച ഏറ്റവും വലിയ ഗോസിപ്പ് നടൻ ദിലീപുമായി ചേർത്താണ് വന്നത്. ദിലീപുമായി പ്രണയത്തിൽ ആണെന്നും വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന തരത്തിൽ നിരവധി വാർത്തകൾ വന്നു. കാര്യം പലവട്ടം കാവ്യയും ദിലീപും നിഷേധിച്ചു എങ്കിലും ആരും വിശ്വസിച്ചില്ല. ഒടുക്കം താൻ കാരണം അപവാദം കേട്ട ആളെത്തന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുകൊണ്ട് വരിക ആയിരുന്നു ദിലീപ്. ഇപ്പോൾ കുടുംബവും കുഞ്ഞുങ്ങളുമായി സ്വസ്ഥ ജീവിതം നയിക്കുന്നു. 2009 നിശാൽ ചന്ദ്രയുമായിട്ടായിരുന്നു കാവ്യയുടെ ആദ്യ വിവാഹം. 2011 ഇവർ വേർപിരിഞ്ഞത്. 2018 ഒക്ടോബർ 19 ഒരു പെൺകുട്ടിയുടെ അമ്മയാകുന്നത്. കുടുംബവും കുഞ്ഞുങ്ങളുമായി സ്വപ്ന ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച കാവ്യയ്ക്ക് ഇന്ന് സ്വപ്നസമാനമായ ജീവിതം ആണ് ലഭിച്ചത്. എന്നും നിറഞ്ഞ ചിരിയോടെ മാത്രം കണ്ടിട്ടുള്ള തങ്ങളുടെ നായികയെ അങ്ങോളം ആ ചിരിയോടെ കാണാൻ കഴിയട്ടെ എന്നാണ് ആരാധകർ ആശംസിക്കുന്നത്. ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുക. കൂടെ കൂടുക.